ഏതെങ്കിലും ഒരാളെ പോയി നമുക്ക് ഇപ്പൊ ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് കൂടുതലും നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ്. ഒരിക്കലും മലയാളികളാണെന്ന് എനിക്ക് തോന്നുന്നു. മലയാളികൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലല്ലോ. എനിക്ക് അറിയില്ല, ഞാൻ പറയാണ്, നോർത്ത് ഇന്ത്യൻസ് ആണ് ഇത് ചെയ്യുന്നത് ഇത്രയും. അപ്പൊ അവരെ പിടിക്കണമെങ്കിൽ ഇത്തിരി റിസ്ക് ആണെന്നാണ് എന്നോട് സാറന്മാര് എന്നോടും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും അവര് FB പേജിലാണ് കേട്ടോ ഈ ഒരു സംഭവം. അങ്ങ് കണ്ട ഉടനെ റേറ്റ് കുറവായിട്ട് ഇങ്ങനെ കണ്ടതും നേരെ ഞാൻ വാട്സപ്പിൽ അങ്ങോട്ട് സെൻഡ് ആക്കി ഇൻട്രസ്റ്റഡ് കൊടുത്തു. അപ്പോൾ ഒരു ഗൂഗിൾ പേ നമ്പർ എന്തോ അയച്ചു, അതിലേക്ക് പേ അയക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റൂല, പേ നമ്പർ തരുന്നു. അങ്ങനെ നമ്പർ വിട്ടെന്ന് അങ്ങനെ ആ നമ്പറിലേക്ക് ഞാൻ കാശ് പേ ചെയ്തു. പറ്റിക്കപ്പെട്ടു ഗെയ്സ്, ഉറുമ്മ പറ്റിച്ചു. ഹായ് ഗെയ്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗെയ്സ്, ഞാൻ അനുഭവിച്ച ഒരു ചെറിയൊരു പറ്റിക്കപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ഞാനൊരു വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്നെ പോലെ ആരെങ്കിലും പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി പറ്റിക്കപ്പെടാതിരിക്കുക. കാരണം എനിക്കുള്ളൊരു അനുഭവമാണ്. നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാ ഐഡിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ നല്ല ക്വാളിറ്റി ഉള്ളത് നമ്മൾ വീട്ടിലേക്ക് എത്തിപ്പെടാം. പക്ഷെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് പോയിട്ട് ഒരു സംഭവം നമുക്ക് വീട്ടിലോട്ട് എത്തത്തില്ല കേട്ടോ. അപ്പൊ ഞാൻ പെട്ടൊരു അനുഭവം നിങ്ങൾക്ക് പങ്കുവെക്കാണ്. അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലേ, ഒത്തിരി പേര് കാശില്ലാതിരിക്കുന്ന ഒത്തിരി. ഞാൻ അന്ന് സത്യം പറഞ്ഞാൽ പേ ചെയ്യാൻ എൻ്റെ അടുത്ത് കാശില്ലായിട്ട് വേറൊരു സമയം എനിക്കല്ല പേ ചെയ്തത്, എനിക്ക് വേറൊരാൾക്കാണ് ഞാൻ ആ ഡ്രസ്സ് പേ ചെയ്ത് കൊടുത്തേ. ഇപ്പൊ ആ വ്യക്തിക്ക് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് കൊടുത്തു. 1300 രൂപ ഒരു ഡ്രസ്സ് സുർമ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്ന്, അതും ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തു. പക്ഷെ ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തു എന്നുള്ളൂ, എനിക്ക് വേണ്ടിയിട്ടുള്ളായിരുന്നു. പക്ഷെ അത് എനിക്ക് സുർമ ഡിസൈനിന് ഭയങ്കര വിശ്വാസം കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഡ്രസ്സിന്റെ. കാരണം നല്ല ക്ലോത്ത്, നല്ല ഡ്രസ്സ് ഒക്കെ നല്ലതന്നെ. പക്ഷെ അവരിതിൽ കൂട്ടുണ്ടോ കൂട്ടില്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവരെ പ്രൊഫൈല് മാത്രമല്ല, അവരുടെ കടയുടെ ലൊക്കേഷൻ മൊത്തം കൊടുത്തിട്ട് ആണ് വാട്സപ്പിൽ കൂടി ചാറ്റ് ചെയ്തിട്ടാണ് സംഭവം. എത്ര ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ പേയ്മെന്റ് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഒരു ഡ്രസ്സിന്റെ പൈസ അല്ലേ, അത് ഇതിനിറങ്ങിയ അത് ശരിയാവൂല, അത് ശരിയാവില്ല, ഒത്തിരി പേര് അങ്ങനെ ഉണ്ട് കേട്ടോ. ഞാനടക്കം 1500 രൂപ 1300 രൂപ അല്ലേ പൈക്കണേ. അത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കണില്ലേ? അതെന്തുകൊണ്ടാ? ഈ ഒരു 1500 രൂപക്ക് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി FIR ഇട്ടിട്ടോനെ പൊക്കാം. പക്ഷെ ഇത് ചെയ്യേണ്ടത് നമ്മളല്ല ചെയ്യണ്ടേ. ഒരു കടന്റെ പേരും ലൊക്കേഷനും കൊടുത്ത് അവരാണ് ഇത് ചെയ്ത് നമ്മളെ സേഫ് ആക്കണ്ടേ. പക്ഷെ അവർക്ക് ഇതിൽ ഒരു ഇതുമില്ല, ഒരു പങ്കുമില്ല. ഒരു സുഖമായിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്യാനുള്ള തുറന്നു വെച്ചിട്ട് അവര് ഓൺലൈൻ ബിസിനസ് ആരംഭിക്കണം. ഒരുപാട് ബിസിനസ്സുകളും കാര്യങ്ങളും, വലിയ ആൾക്കാരാണ്. പക്ഷെ ആ ഒരു കടയുടെ പേര് ലൊക്കേഷൻ ഇട്ടിട്ട് ഇവന്റെ എല്ലാ ഫുൾ ഡീറ്റെയിലും എൻ്റെ അടുത്തുണ്ട്. ഞാൻ കാശ് അയച്ചു കൊടുത്തത്, അതേമാതിരി ഞാൻ അവനോട് ചാറ്റ് ചെയ്തത്. പക്ഷെ അവന് ഇങ്ങോട്ട് മാത്രം സംസാരിച്ച് പേയ്മെന്റ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ ചെയ്തു കൊടുത്തു. ഞാൻ അത് ചെയ്യാൻ കാരണം തന്നെ ലൊക്കേഷന് കണ്ടിട്ടാണ് ചെയ്തത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവരെ കടയുടെ ലൊക്കേഷൻ കണ്ടിട്ട് ഞാൻ പേയ്മെന്റ് ചെയ്തതും. അവന്റെ FBയില് അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ തരാം. FB പേജില് ഈ ചുരിദാറിന്റെ ഇത് കൊടുക്കുന്ന പേജില് അടിയില് ഈ കടയുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതൊരു വ്യക്തിക്കും അത് വിശ്വസിക്കാം. സുർമ ഡിസൈൻ ആണ്. അവരുടെ വീഡിയോസ് തന്നെ ഇതിലും വരുന്നേ. പ്രൊഫൈലും അവരത്, വീഡിയോസും ഇതിലെ നെയിമും അതില് അടിയിൽ വരുന്ന ലൊക്കേഷനും ഇവരതാണ് കാണിച്ചിട്ടുള്ളത് മൊത്തത്തില്. അപ്പോ ഈ ഒരു പേയ്മെന്റ് എനിക്ക് പോയത് വെറും ജസ്റ്റ് 1300 രൂപയാണ്. അതിന്റെ പ്രൂഫും കാര്യങ്ങളും ഞാൻ വേണമെങ്കിൽ തരാം കേട്ടോ. അത് ഞാൻ ഈ ഇതിൽ 1300 അല്ല കേട്ടോ, 900 രൂപ ഫസ്റ്റ് അയച്ചു. പിന്നെ ഷിപ്പിംഗ് ചാർജ് വേണം പറഞ്ഞിട്ട് 299 രൂപ. അങ്ങനെ ഇത്രയാണ് കേട്ടോ ഒരു ചുരിദാറിന്റെ പേയ്മെന്റ്. അത് ഞാൻ അയച്ചു കൊടുത്ത 4 ദിവസത്തിന്റെ ഉള്ളിൽ വരാ പറഞ്ഞിട്ട് 1 മാസമായി ഇതുവരെ കിട്ടിയിട്ടില്ല. ഓനോട് ഞാൻ ഇങ്ങോട്ട് മെസ്സേജ് കൊടുക്കുന്നു. അത് ആ 2-ാം തീയതി ഓനത് ബ്ലോക്ക് ആക്കിക്കുന്നു. 2-ാം തീയതി ഇന്റത് ബ്ലോക്ക് ആക്കിയിട്ട് പിന്നെ വേറെ ഫോണിൽ നിന്ന് ഞാൻ എടുത്തിട്ട് ആ ഒരു FBയുടെ പേജിൽ തന്നെ റിട്ടേൺ കയറി. അപ്പോൾ അതില് ഓന് ചുരിദാർ വാങ്ങാനില്ലേ ഇതൊക്കെ ചുരിദാറുകളൊക്കെ എനിക്ക് വിട്ടെന്ന്
കാരണം അവനോട് അപ്പം അങ്ങോട്ട് തിരിച്ച് നല്ല മറുപടി കൊടുത്തു. പക്ഷെ ഓന് ഹിന്ദിക്കാരനാണെന്ന് ഇവർക്ക് ഹിന്ദിക്കാരനാണോ എന്തായാലും നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് അറിയണില്ലേ. അപ്പൊ അയാളെ ഫുൾ ഡീറ്റെയിലും. പക്ഷെ ഇതിന് ഒരൊറ്റ ഒരാളും നമ്മൾ എവിടെ കിടക്കണ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഓനിങ്ങനെ പറ്റിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സുറുമ ഡിസൈൻ അല്ല പറഞ്ഞ് അവര് വിചാരിച്ചാ നടക്കുന്ന കാര്യം. അവര് പറയുന്ന ഒരു വീഡിയോസിൽ പറയുന്നത് മറ്റുള്ളവരൊക്കെ ഇതിലേക്ക് ഇറങ്ങണം, എന്നിട്ട് അവരൊക്കെ മൊത്തത്തിൽ ഓൺലൈൻ ബിസിനസ്സുകാരൊക്കെ ഇറങ്ങണം, ഓൺലൈൻ ബിസിനസ്സുകാരെ ഇറങ്ങണം, നിങ്ങളെ പ്രൊഫൈലിൽ നിങ്ങളെ ലൊക്കേഷനിൽ വെച്ച് ചെയ്ത ആൾക്കാരാണ് ഈ ഒരു സംഭവം. അപ്പൊ നിങ്ങളാണ് നിങ്ങളെ പേർക്കാണ് ഇത്, നിങ്ങളെ സ്ഥാപനത്തിനാണ് ഇത്, നിങ്ങൾ ഫേക്ക് ആണെന്ന് പറഞ്ഞ് ഇത്രയും ആൾക്കാര് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ വെറുതെ എന്തിനാ? അപ്പോ നിങ്ങളെ പേജ് കണ്ടാൽ തന്നെ ഇപ്പൊ പേടിയാ. കാരണം ജനങ്ങൾക്ക്, കാരണം എന്താണ്, പറ്റിക്കപ്പെടോ. നിങ്ങൾക്ക് ഇതിൽ കൂട്ടുണ്ടോ ഇല്ലേന്നല്ല, എത്രയും ജനങ്ങളെ കാശ് ഇതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്രയും ജനങ്ങൾക്ക് ഇതില് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഉത്തരവാദി ഈ സുറുമ ഡിസൈൻ കളക്ഷൻ തന്നെയാണ് കേട്ടോ. പാവം തന്നെയാണ് പറയാൻ കാരണം അവരെല്ലാ എന്റെ ഒരു സ്ഥാപനത്തിന് എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു ഇത് ഫേക്ക് വന്നിക്കുകയാണെങ്കിൽ ഞാനാണ് അതിന് കേസ് കൊടുക്കണം. അതല്ല അതിൽ പറ്റിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് ഒന്നും അറിയാത്ത കുറേ ഓരോരോ ഭാഗത്തുള്ള ജനങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് ഈ സുറുമ ഡിസൈൻ പറയുന്ന ഒരു കണക്ഷൻ ഒത്തിരി ആൾക്കാരെ കാശും കൊണ്ടും ഇങ്ങനെ പറ്റിക്കപ്പെട്ട് ഒത്തിരി പേര് ലോകത്തുണ്ട്. എനിക്ക് സുറുമ ഡിസൈന് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. അതിന്റെ ക്ലോത്തൊക്കെ നല്ല ക്ലോത്ത് ആയിരുന്നു, അടിപൊളി ഡ്രസ്സാണ്. എൻ്റെ ഒരു ചുരിദാറില്ലേ, ഒരു മാങ്ങ കടിച്ചിരിക്കുന്ന ചുരിദാറായില്ല, ആ പച്ച ചുരിദാർ ഞാൻ സുറുമയിൽ ഓർഡർ ചെയ്തതാണ്. അങ്ങനെയൊക്കെ വിചാരിച്ച് വിശ്വാസത്തോടെ അയച്ചതായിരുന്നു. ഇങ്ങനൊരു സംഭവം പറ്റി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ജനങ്ങളെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ, സത്യം പറഞ്ഞാൽ സുറുമ പർച്ചേസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചോളൂ. സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ദുഃഖിക്കും. കാരണം ഞാൻ ദുഃഖിച്ചിരിപ്പാണ്. കാരണം ഒന്നും അറിയാത്ത ഏതോ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്ത് കൊടുത്തു, ഒന്നും അറിയാതെ എൻ്റെ അക്കൗണ്ടിന് പോയി. ഞാൻ ആ കാശ് തിരിച്ചു കൊടുത്തു. അങ്ങനെ പറ്റിക്കപ്പെട്ട് ഇവിടെ ഇരിക്കണം കേട്ടോ. പൊതുവെ ഇക്ക പറയും ഞാൻ ഒന്നല്ല രണ്ട് എനിക്ക് കൂടി ചേർത്തി എടുക്കട്ടെ പറഞ്ഞിട്ട് പേ ചെയ്യാൻ വേണ്ടി നിന്നു. അപ്പൊ ഇക്ക പറഞ്ഞു വേണ്ട, ഒന്ന് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് നോക്കാ പറഞ്ഞു. അതോടെ ഒന്നും കൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലാന്നിട്ട് 2 അറ്റാക്കായി മരിച്ചിരുന്നു. കാരണം പാവങ്ങൾക്ക് ഈ ഒരു തുകയൊക്കെ വലിയൊരു തുകയായിരിക്കും. മറ്റുള്ളവർക്ക് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ, അങ്ങനെയൊക്കെയാണ് വിഷയങ്ങള്. അപ്പൊ ഇതിന് ഈ പറ്റിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു വിഷയമല്ല. ഇനി തുടർന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, ഇങ്ങനെ സുറുമ ഡിസൈൻ പറയുന്ന കടയിൽ നിന്നും ഇങ്ങനെ FB പേജിൽ നിന്നും നമുക്ക് അവരെ ഇത് വന്ന് നമ്മളോട് പർച്ചേസ് ചെയ്യാൻ പറയും. നമ്മളത് വിശ്വസിച്ച് പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്തതിന് ശേഷം അറിയാൻ നമ്മൾ വഞ്ചിക്കപ്പെട്ടു എന്ന് സംഭവം. ഇത് പിടിക്കപ്പെടാൻ അവനെ പിടിക്കാൻ ഒരു ഇതുമില്ല. സുറുമ ഡിസൈൻ വിചാരിക്കുക ഒരൊറ്റ ദിവസത്തിൻ്റെ ഉള്ളിൽ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും പിടിക്കാം. കാരണം എന്താ, ഇന്ന് ലോകം ഹൈടെക് ആയിട്ട് ഇരിക്കുക. വിരൽ തുമ്പിലാണ്. ഏത് ഒരു സിമ്മിന്റെ ഒരു ഫോൺ യൂസ് ചെയ്ത സിം ഏതാന്ന് കണ്ടുപിടിക്കണേ കാലാണ്. ആ ഒരു കാലത്ത് ഗൂഗിൾ പേയുടെ നെയിം അഡ്രസ്സ് ഇതൊക്കെ വെച്ച് പേ പോണത് എന്താ കണ്ടുപിടിക്കാൻ അറിയില്ലേ. അപ്പോൾ ആ ഒരു ഇതൊക്കെയാണ് ഞാൻ പറയണേ. അപ്പോൾ ഇങ്ങനെ എന്നെ പോലെ പറ്റിക്കപ്പെട്ടിട്ടുള്ളവരും ഇനി പറ്റിക്കപ്പെടാനിരിക്കുന്നവരോടും ഒന്നേ പറയാനുള്ളൂ, സത്യം പറഞ്ഞാൽ നമ്മൾ ഓൺലൈൻ പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കണതാ നല്ലതെന്ന് എടുക്കും ഞാൻ മനസ്സോടെ വിചാരിച്ചു. 2 പ്രാവശ്യം ഓർഡർ ചെയ്തു. 2 പ്രാവശ്യം ഇൻസ്റ്റാ പേജിൽ നിന്ന് 2 പ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്തു കേട്ടോ. ഒരു പ്രോഡക്റ്റ് വീട്ടിലേക്ക് വരുമ്പോൾ ബോക്സ് മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, നമുക്ക് ഒന്നും പോയിട്ടില്ല. കാശ് വീട്ടിലേക്ക് വന്ന് നോക്കിയതിന്റെ ശേഷം തിരിച്ചു പോയപ്പോൾ റിട്ടേൺ കൊടുത്തു. അത് കുഴപ്പമില്ല, അത് നമ്മളെ കാശ് പോയില്ല. പക്ഷെ സുറുമ പറ്റിക്കും. സൂക്ഷിച്ചോളൂ, ദുഃഖിക്കണ്ട. അപ്പൊ ഞാൻ പറയാനുള്ള പറഞ്ഞു ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്നെ പോലെ പറ്റിക്കപ്പെട്ട ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഇതിൽ ഓരോ ഭാഗത്തായിട്ട് പിക്ചറായിട്ട് വെക്കാൻ ഞാൻ പേ ചെയ്തതും ഞാൻ അവന്റെ FB പേജും ഒക്കെ ഞാൻ വെക്കാട്ടാ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇങ്ങനെ ഒരു പറ്റിക്കപ്പെട്ടതിൽ വളരെയധികം സങ്കടമുണ്ട്. ഞാനൊന്നും പറ്റിക്കപ്പെടലില്ല. ആദ്യമായിട്ട് പറ്റിക്കപ്പെട്ടതിൽ വളരെ വിഷമത്തോടെ ഞാനിവിടെ പോവാണ് കേട്ടാ. അപ്പൊ ഇത്രയ്ക്കുള്ള ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ അല്ല
വീണ്ടും കാണാം. ഇനി പുതിയ വീഡിയോ വരുമ്പോൾ വീണ്ടും കാണാം കേട്ടോ. അപ്പൊ ഇത്രയ്ക്കുള്ള ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് കുറ്റം പറഞ്ഞ് ഞാൻ സുർമ ഡിസൈനെ കുറ്റം പറയാൻ കാരണം അവർക്കേ അറിയാം അവരതിൽ പ്രൊഡക്റ്റിൽ എത്രയോ പേര് ഇതായിട്ടുണ്ട് പോയിട്ടുണ്ടെന്ന്. അതില് അവർക്ക് മെസ്സേജ് വിട്ട് അവരെടുത്ത റിപ്ലൈ തന്നാ ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് മെയിന്. നമ്മൾ ഒരു കസ്റ്റമേഴ്സ് ഓലെ കണ്ട് ഇഷ്ടപ്പെട്ട് അപ്പൊ എന്റെ പ്രൊഫൈല് വേറൊരാളെ പറ്റിക്കപ്പെട്ടു പറഞ്ഞാൽ ആ ഒരു പ്രൊഫൈല് എവിടെയെന്നുള്ളത് അത് ഞാൻ കണ്ടുപിടിച്ച് അത് നിറവേറ്റി കൊടുക്കണേ എൻ്റെ ഒരു കടമയാണ്. അത് ഞാൻ ചെയ്യണം. ചെയ്തിട്ടില്ലേ പിന്നെന്താ. അപ്പൊ അത് സുർമന്റെ ഒരു ഫാൾട്ടാണ്. സുർമ നിങ്ങളെ ഫാൾട്ടാണ്. ഈ പറ്റിക്കപ്പെട്ടിട്ടുള്ള അത്ര പേർക്കും അവരുടെ അക്കൗണ്ടും കാര്യങ്ങളും പേരും കാര്യങ്ങളും ഒക്കെ അറിയാം. QR കോഡില് പേരും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, നമ്പറൊക്കെ ഉള്ളതാണ്. പിടിക്കാൻ ഒരു ദൂല പെട്ടെന്ന് പിടിക്കുക. പറ്റിക്കപ്പെട്ടവരെ കാശൊക്കെ റിട്ടേൺ കൊടുക്കാം, അല്ലെങ്കിൽ ഡ്രസ്സ് അയച്ചു കൊടുക്കാം. നിങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത്. അപ്പൊ അത്രയ്ക്കുള്ള ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.